നമസ്കാരം. പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഏറെ കോളക്കമുണ്ടാക്കിയ ഒന്നാണ് മുതിർന്ന CPM നേതാവ് EP ജയരാജൻ്റെ ആത്മകഥ. ആദ്യം ഇത് DC ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് വാർത്ത പുറത്തു വന്നിരുന്നു. ഈ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ പിന്നീട് പുറത്തു വരികയും ഇത് വലിയ വിവാദത്തിന് വഴിതെളിക്കുകയും ചെയ്തപ്പോൾ താൻ DC ബുക്സിന് ഇത്തരത്തിലുള്ള ഒരു ആത്മകഥ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് EP ജയരാജൻ അന്ന് DC ബുക്സിനെതിരെ കേസ് കൊടുക്കുക ഉൾപ്പെടെയുള്ള നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മാതൃഭൂമി ബുക്സാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വീണ്ടും EP വാർത്തകൾ നിറയുകയാണ്. ഈ പുസ്തക പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ T. പത്മനാഭൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത്. പക്ഷേ ഈ ചടങ്ങിലെ ശ്രദ്ധേയമായ അസാന്നിധ്യമാണ് ഇപ്പോൾ വാർത്തകളിൽ കൂടുതൽ നിറയുന്നത്. അത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. MV ഗോവിന്ദൻ കണ്ണൂർ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പായിട്ടും EP അദ്ദേഹത്തെ എന്തുകൊണ്ട് ചടങ്ങിന് ക്ഷണിച്ചില്ല എന്നുള്ളതാണ് സ്വാഭാവികമായി ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം. കൊടിയേരി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി എന്ന പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹം അന്തരിക്കുകയായിരുന്നു. തുടർന്നാണ് MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കുന്നത്. ശരിക്കും അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും എല്ലാം തന്നെ EP സംസ്ഥാന സെക്രട്ടറി ആകും എന്നായിരുന്നു. തന്നെക്കാൾ ജൂനിയറായ MV ഗോവിന്ദനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിയതിൻ്റെ കലിപ്പ് ഇപ്പോഴും ഒരുപക്ഷെ EP ജയരാജന് തീർന്നിട്ടില്ല എന്ന് വേണം പറയാൻ. EP നിരന്തരമായ വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ പദവിയിലേക്ക് എത്തുന്നതിനൊരു തടസ്സമായി മാറിയെന്നിരിക്കാം. BJPയുടെ കേന്ദ്ര നേതാവ് തൻ്റെ വീട്ടിൽ വന്ന കാര്യം തിരഞ്ഞെടുപ്പ് ദിവസം സ്ഥിരീകരിച്ചത് അദ്ദേഹത്തിന് കൂടുതൽ വിനയായി. പിന്നീട് അങ്ങോട്ട് CPMുമായി അത്ര നല്ല ബന്ധത്തിലല്ല EP എന്നുള്ള വാർത്തകളാണ് പുറത്തു വരാൻ തുടങ്ങിയത്. തനേക്കാൾ വളരെ ജൂനിയറായ MV ഗോവിന്ദൻ്റെ കീഴിൽ പ്രവർത്തിക്കാനും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് നേരിട്ടു എന്നാണ് പറയപ്പെടുന്നത്. LDF കൺവീനർ സ്ഥാനമൊക്കെ തന്നെ EP ഒഴിഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ പുസ്തക പ്രകാശന ചടങ്ങിന് അദ്ദേഹം MV ഗോവിന്ദനെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. മനഃപൂർവ്വം ക്ഷണിക്കാത്തതായിരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഒരുപക്ഷെ പാർട്ടിയിൽ തൻ്റെ എതിരാളിയായി EP കണക്കാക്കുന്നത് MV ഗോവിന്ദനെ തന്നെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ഈ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് വേണം കരുതാൻ. പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളെ കൂടാതെ മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയും അതുപോലെ നിരവധി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ തന്നെ പങ്കെടുക്കുന്ന ചടങ്ങിൽ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ എന്തുകൊണ്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ക്ഷണിച്ചില്ല എന്ന് ചോദിച്ചാൽ EP അതിനൊന്നും ഈ ഉത്തരം നിലവിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഭാവിയിൽ ഏതായാലും ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നൊരു ചോദ്യം കൂടിയുണ്ട്. EP എന്താണ് പാർട്ടിയുടെ പ്രസിദ്ധീകരണമായ ചിന്തയ്ക്ക് തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാനായി നൽകാത്തത് എന്ന്. ആദ്യം DCയുടെ പേരിലായിരുന്നു വിവാദം പുറത്തു വന്നിരുന്നെങ്കിൽ പിന്നീട് ഇത് മാതൃഭൂമി ബുക്സാണ് ഇപ്പോൾ ഈ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത്. ഇതിലെ പരാമർശങ്ങളൊക്കെ തന്നെ പാർട്ടി വിശദമായി പരിശോധിച്ച് ക്ലിയറൻസ് നൽകിയതിന് ശേഷമാണ് ഈ പുസ്തകം തയ്യാറാക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം. ഏതായാലും EPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അനിശ്ചിതത്തിലാക്കിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഒരു ആത്മകഥ എഴുതി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളതൊക്കെ വ്യക്തമാക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ പാർട്ടിയുടെ ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. അതല്ലാതെ മുഖ്യമന്ത്രി നേരിട്ടെത്തിയതിൻ്റെ ആത്മകഥയുടെ പ്രകാശനത്താനുള്ള സാധ്യത കുറവാണ്. പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ ഈ പുസ്തകത്തിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും CPM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏതായാലും തന്നെ ശരിയായ ആത്മകഥ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് EP ഇപ്പോൾ ഈ പുസ്തകം പുറത്തിറക്കുമ്പോൾ അത് വീണ്ടും വിവാദങ്ങളിലേക്ക് തന്നെ EPയെ എത്തിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. MV ഗോവിന്ദൻ ഏതായാലും ഇക്കാര്യത്തിനെക്കുറിച്ച് ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഒരാൾ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ പ്രകാശനത്തിന് ആരൊക്കെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ പുസ്തക പ്രസിദ്ധീകരണ സ്ഥാപനവും ഗ്രന്ഥകർത്താവും തന്നെയാണ്. MV ഗോവിന്ദനെ ക്ഷണിക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷേ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ ക്ഷണിക്കാതെ പാർട്ടിയുടെ മുഖ്യമന്ത്രി, അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ പാർട്ടി മുഖ്യമന്ത്രിയെ മറ്റു നേതാക്കളെയൊക്കെ ക്ഷണിച്ച EP എന്തുകൊണ്ട് MV ഗോവിന്ദനെ മറന്നു എന്നുള്ള ചോദ്യം വീണ്ടും ഇവിടെ ഉയരുകയാണ്.